ഗൈസ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അതും സ്കിന്നിന് പറ്റിയൊരു മിസ്റ്റേക്ക്. അത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കും അതൊരു തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് തരണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എത്ര തരം സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് 5 ടൈപ്സ് ഉള്ള സ്കിൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ഇതുപോലെയാണ് സ്കിൻ ടൈപ്പുകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ ടൈപ്പ് എങ്ങനെയാവണമെന്ന്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ശ്രദ്ധ എനിക്കില്ലാത്തതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഒരുപാട് പാടുകളും കുരുക്കളൊക്കെ വന്ന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറിയായിരുന്നു. ഞാനപ്പോൾ സ്ക്രീനിൽ കാണിക്കാം എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു എന്ന് ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ അങ്ങനെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫേസ് ആയിരുന്നു എൻ്റെ. ഇപ്പം ഞാനിപ്പം സൗദിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പം സൗദിയിൽ വന്നപ്പം എനിക്ക് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എങ്ങനെയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടു. അപ്പൊ ആ കണ്ടതിൽ വെച്ച് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ നൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുന്ന പിറ്റേ ദിവസം നമ്മൾ ഫേസിൽ ഒന്നും ചെയ്യുന്നില്ല. പിറ്റേ ദിവസം നമ്മൾ എണീറ്റിട്ട് നമ്മൾ നോക്കുമ്പം എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് എന്നാണ് അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടത്. അതുപോലെ തന്നെ ഞാനും ട്രൈ ചെയ്തു പിറ്റേ ദിവസം ഞാൻ ട്രൈ ചെയ്ത് അത് ഞാൻ നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്തു. നല്ലപോലെ ഡ്രൈനെസ് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു എന്താ എൻ്റെ ഡ്രൈ സ്കിൻ ആണ് എന്നുള്ളത്. ഞാൻ പണ്ടേ ആയാലും ഞാൻ സ്കിന്നിന് അത്ര ഞാൻ സ്കിന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും വീട്ടിലായിരുന്നപ്പം മഞ്ഞളും അങ്ങനെ മുൾട്ടാനി മിൾട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് യാതൊരു കുഴപ്പം എൻ്റെ ഫേസിൽ ഒരു സ്കിൻ അലർജി അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതെനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പം ഞാൻ തീരുമാനിച്ചു എന്താ എൻ്റെ ഡ്രൈ സ്കിൻ ആയിരിക്കുമെന്ന് തീരുമാനിച്ചു. ഞാൻ പിറ്റേ ദിവസം ഞാൻ വിട്ടു ഫാർമസിയിൽ പോയി ഞാൻ നല്ല ബ്രാൻഡിലായിട്ടുള്ള സെറ്റാഫീൽസിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് ഞാനതൊരു 2 വീക്സോളം ഞാനത് യൂസ് ചെയ്തപ്പം എൻ്റെ ഡ്രൈനെസ് മാറല്ല ചെയ്തത്, ഡ്രൈനെസ് മാറിയൂല. അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുരുവൊക്കെ ഇങ്ങനെ പൊട്ടാനൊക്കെ തുടങ്ങി. ഞാൻ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെയായിരുന്നു എൻ്റെ ഫേസ് എന്ന്. ഇപ്പം ബെറ്റർ ആണ്. ഞാനിപ്പം അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എൻ്റെ ഏത് സ്കിന്നാണ് എന്നുള്ളത്. ഐഡന്റിഫൈ ചെയ്തിട്ടേ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്കിൻ ടൈപ്പുകളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ സ്റ്റഡി ചെയ്തു. അത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞത് ഡ്രൈ സ്കിൻ അല്ലായിരുന്നു, ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരുന്നു. അതായത് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കിന്നാണ്. നമ്മുടെ 60% ലോകത്തുള്ള എല്ലാവർക്കും ഒരു കോമ്പിനേഷൻ സ്കിൻ ആവാനാണ് ചാൻസ്. കോമ്പിനേഷൻ സ്കിൻ ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏത് തരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു തെറ്റാണ് എനിക്ക് പറ്റിയത്. ഡ്രൈ സ്കിൻ ആന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നും വാങ്ങി തേച്ചു. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഫേസിൽ ആകെ പ്രശ്നങ്ങളായി. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീക്സിൽ മാത്രമേ ഡ്രൈനെസ് ഫീൽ ചെയ്യത്തുള്ളൂ. അതാണ് കോമ്പിനേഷൻ സ്കിൻ. നിങ്ങളുടെ ചീക്സിൽ ഡ്രൈനെസ് ഫീൽ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്ന്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, അത് കോമ്പിനേഷൻ സ്കിൻ ആണ്. ഈ ഭാഗത്ത് മാത്രം എന്താ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈ ചീക്സിന്റെ ഭാഗത്ത് ഡ്രൈനെസ് ഫീൽ ചെയ്യും. അതാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ഏതാ കോമ്പിനേഷൻ സ്കിൻ ആണെന്ന് എനിക്ക് മനസ്സിലായി.
ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരും. അപ്പൊ അതും വിചാരിച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ സ്കിൻ ആണ് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ആ ഒരു ഇതാണ് എനിക്ക് തെറ്റായി എനിക്ക് പറ്റിയത് എൻ്റെ ഒരു സ്കിൻ കെയറിൽ. അപ്പം ഞാനിതിപ്പം അവോയ്ഡ് ചെയ്തേക്കാണ്. സെറ്റാഫിൽ ഇതാ ഞാൻ ഈ ഒരു വലിയ കുപ്പി തന്നെ ബോട്ടിൽ തന്നെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. അത്യാവശ്യം യൂസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളിയെന്ന്. അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. ഞാനിപ്പം അത് യൂസ് ചെയ്യണില്ല. ഇപ്പൊ എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് എൻ്റെ ഫേസ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ മസ്റ്റ് എന്ത് നമ്മുടെ സ്കിന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്കിൻ ടൈപ്പ് ഏതാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ്, നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് എനിക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് പറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പുകളുടെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്കിന്നിനെ കുറിച്ചും എല്ലാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസും ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.